മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിലെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് സ്കൂളിലേക്ക് കയറിയിട്ടുണ്ടാകും. ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ ട്രയാങ്കിൾസിൽ ഞാൻ അധികം ഒന്നും പഠിപ്പിക്കുന്നില്ല. ഒരു ചെറിയ കാര്യം, നിങ്ങൾ ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളും പഠിക്കാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ചിത്രം നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നമ്മൾ അത് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ സ്കെയില്, പെൻസില്, അതേപോലെ നമ്മുടെ കോമ്പസ്, ഈ കാര്യങ്ങളൊക്കെ കയ്യിലെടുത്ത് വെക്കുക. നോട്ട്ബുക്ക് അത് പിന്നെ എന്തായാലും വേണം കേട്ടോ. നോക്കി പഠിക്കുക എന്നുള്ളതിലുപരി മിസ് ചെയ്യുമ്പോൾ മിസ്സിന്റെ കൂടെ തന്നെ ചെയ്ത് ഇത് എങ്ങനെയാണ് ആൻസർ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, സോ ഈ ഒരു ചിത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കിയാലും എങ്ങനെയാണ് ഇത് വരയ്ക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ ഇത് ഈസി അല്ലേ, 3 ട്രയാങ്കിൾസ് ഇങ്ങനെ വരച്ചാൽ മതിയല്ലോ. അപ്പൊ നിങ്ങളിപ്പോ സ്വന്തം ട്രയാങ്കിൾസ് ഇങ്ങനെ ഇതേപോലെ വരച്ചതാന്ന് വിചാരിച്ചോ, അത് കറക്റ്റ് വലിപ്പമാവണമെന്നുണ്ടോ? ഇതൊക്കെ എന്താണ്, ഇതൊക്കെ തുല്യമായ ട്രയാങ്കിളുകളാണ്. ഓക്കെ, തുല്യമായ ട്രയാങ്കിളുകളെ 3 എണ്ണത്തെ കൂട്ടി വെച്ചതാണ്. സോ നിങ്ങൾ കറക്റ്റ് ഫിഗർ നിങ്ങൾ നേരെ നോക്കി വരച്ചാൽ പോരെ മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് നമ്മളോട് ഇത് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതെങ്ങനെയാണ് ഈ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ള കാര്യം നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും എന്തായാലും നിങ്ങൾ അത്ഭുതപ്പെടാൻ പോവുകയാണ് ഇത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കാര്യം. സോ നമുക്ക് വൈകിക്കാതെ എന്ത് ചെയ്യാം, നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. സോ മക്കളെ നോക്കിക്കോളൂടാ, ഞാൻ മാത്ത് പാഡ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ് ഞാനിത് വരയ്ക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട്ബുക്ക് എടുക്കുക, പെൻസില്, സ്കെയില്, അതേപോലെ കോമ്പസ്, ഈ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതി വെക്കുക കേട്ടോ. സോ ആദ്യം മിസ് എന്ത് ചെയ്തു എന്നറിയോ, മിസ് ഇവിടെ ഒരു വര വരയ്ക്കാൻ പോവാണ്. എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ ഉള്ള ഒരു വര മിസ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. സോ മിസ് വരച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ കോമ്പസിൽ ഇതേ അളവെടുത്തു, 4 സെന്റിമീറ്റർ നമ്മുടെ കോമ്പസിൽ എടുത്തു. ഇവിടെ മിസ് റേഡിയസ് ആക്കിയിട്ട് എന്ത് ചെയ്തു, ഈ 4 സെന്റിമീറ്ററിനെ റേഡിയസ് ആക്കിയിട്ട് മിസ് ഒരു വര വരച്ചു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, ഇവിടെ മിസ് നമ്മുടെ കോമ്പസ് വെച്ചു. എന്നാൽ ആ വരയുടെ അപ്പുറത്തെ ഭാഗത്ത് എന്ത് ചെയ്തു, ഈ കോമ്പസ് വെച്ചിട്ട് മിസ് ഇങ്ങനെ ഒരു വര കൂടെ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ നോക്കിക്കേ, ഈസിയാണ് കേട്ടോ. ഈ ലൈൻ ഒന്ന് മിസ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ലൈന് ഒന്ന് മിസ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഈ ഭാഗത്ത് നമ്മുടെ കോമ്പസിന്റെ നീഡിൽ വെച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു വര അടിപൊളിയായിട്ട് മിസ് വരച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പാർട്ട്. ഇവിടെയാണ് നിങ്ങൾ അതിശയിച്ചു പോകുമ്പോൾ ഇതിൽ നിന്നാണോ നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. സോ ഇവിടെ നോക്കിക്കേടാ, ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തു. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റിനെയും ജോയിൻ ചെയ്തു വെച്ചു മിസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. സെറ്റ് അല്ലേ? എനിക്ക് ഇപ്പൊ കിട്ടിയ ഇതാണ്. ഇത് മിസ് കളർ ചെയ്ത് നോക്കുക. ഇവിടെ മിസ് എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പൊ കിട്ടിയത് മിസ് ഇവിടെ കളർ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഈ കിട്ടിയ ട്രയാങ്കിൾ നോക്കിക്കേ. ഈ ട്രയാങ്കിളിന് നിങ്ങൾ പച്ച നിറം കൊടുക്കുക. ഇവിടെയുള്ള ട്രയാങ്കിളിനും നിങ്ങൾ എന്ത് ചെയ്യുക, പച്ച കളർ നിറം കൊടുക്കുക. അതേപോലെ ഇവിടെയുള്ള ട്രയാങ്കിളിനും പച്ച കളർ നിറം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബാക്കിയുള്ള സർക്കിളുകളൊക്കെ ഒന്ന് മായ്ച്ചു കളയുക. ഓക്കെ, പെൻസിൽ കൊണ്ടാണ് വരയ്ക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ കളർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പെൻസിലിന്റെ വരകളൊക്കെ മായ്ച്ചു കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത് നോക്കി നോക്കൂ. ഈ ഒരു ചിത്രം, ഇതെന്താ തിരിച്ചു വെച്ചൊരു ചിത്രം അല്ലേ? ഇതെങ്ങനെയായിരിക്കും അപ്പൊ വരയ്ക്കുക? സെയിം രീതിയിലാണ്, പക്ഷെ വരയ്ക്കുന്നിടത്ത് ഒരു കുഞ്ഞു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കൂടെ മിസ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഫിഗറുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചു നോക്കുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് നോക്കാല്ലേ എങ്ങനെയാണ് ഇത് വരച്ചെന്നുള്ളത്. യെസ്, ഇതേപോലെ ഈ സർക്കിളുകൾ വെച്ച് വരച്ചിട്ട് ഈ 3 സർക്കിളുകളെ കൂട്ടിമുട്ടിക്കുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യെസ്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. വരച്ചതിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇതാണ് വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ആദ്യത്തെ ട്രയാങ്കിൾ ആയി കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്.
ഇത് ഇങ്ങോട്ടേക്കും അടുത്ത ട്രയാങ്കിളായി. നോക്കിക്കേടാ, എന്ത് സിമ്പിളാണ്. ഇനി എന്ത് ചെയ്യാ, ഇനി ഇതിന് കളർ കൊടുത്തു നോക്കിക്കേ. ഇനി ഇതിന് നമ്മൾ വിചാരിച്ച കളർ നിങ്ങൾ കൊടുത്തു നോക്കുക. അതാ ഇങ്ങനെ മിസ് എന്ത് ചെയ്യാം, മിസ്സിന് ഇതിൽ കളർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മിസ് ഇങ്ങനെ വരച്ച് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരികയാണ് ഈ ഒരു കളർ കൊണ്ട്. ഇവിടെയും അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ദാ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഈ ഭാഗത്തും നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത്രയധികം സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഫിഗറുകളും നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറെ പേർക്ക് പ്രശ്നമായത് കുറെ ബുദ്ധിമുട്ടാണെന്ന് പറയാറ് യൂഷ്വലി ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ഫിഗറുകളും കാര്യങ്ങളാണ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാറുള്ളത്. പക്ഷെ ഇത് അത്രയധികം സിമ്പിളാണ്. മാത്രമല്ല നിങ്ങളുടെ കൂടെ എല്ലാ ട്രിക്സും ടിപ്സും ഒക്കെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരാനായിട്ട് നമ്മുടെ ക്ലാസ് 7 ബാച്ച് ഉണ്ട്. അവെഞ്ചേഴ്സ് എന്നാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പേര്. സോ കുറേ അധികം പ്ലാനുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. സോ ഇത്രയും വേഗം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 9995400800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് കിട്ടും. സോ എത്രയും വേഗം നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് എൻ്റെ മക്കൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും സെറ്റായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും DPPസും നോട്ട്സും അത് കൂടാതെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ബാച്ച് അവെഞ്ചേഴ്സ് ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. സോ യെസ്, താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ വന്ന് കണ്ട എല്ലാ മക്കൾക്കും താങ്ക് യു സോ മച്ച്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.